കടലിലും മദ്യമൊഴുകിയെന്ന് അത് ഒരു എക്സാജറേഷൻ പറഞ്ഞതല്ല, ശരിക്കും ആളുകൾ അത് ഒഴുക്കിക്കളഞ്ഞു. കാരണം അവരത് ജ്യൂസ് കുടിക്കണ പോലെ കുടിച്ചിരുന്ന കാലമായിരുന്നു അന്ന്. സുബ്ഹാനല്ലാഹ്, വേണ്ടാന്ന് പറഞ്ഞപ്പോഴേക്കും ഇൻതഹൈനാ യാ റസൂലല്ലാഹ്, മതി നബിയെ, ഞങ്ങൾക്ക് മതി. സിഹർ ഒരിക്കൽ ഹറാമാ. എങ്ങനെ ഹറാം? നിന്റെ ശരീരത്തിന് കേടുവരുത്താൻ, ലങ്സിന് ക്യാൻസർ വരുത്താൻ, ശ്വാസകോശത്തിന് ക്യാൻസർ വരുത്താൻ. അള്ളാഹു തന്ന ശരീരം, ശ്വാസകോശം നടക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്താണ്? എത്ര സൊഫിസ്റ്റിക്കേറ്റഡ് ആണ് അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ. നമ്മളെ കൊണ്ട് അള്ളാഹുവിന്റെ വലിയ കുതിരത്ത് അത് നമ്മളത് നശിപ്പിക്കും. എന്താ ഇവന് ഈ പുക പോകുന്ന ആ ഒരു ഊതിന്റെ ഒരു റാഹത്തേ ഉള്ളൂ. നല്ല നട്ടുച്ച നേരത്തിൽ വലിച്ചെടുക്കുന്ന ആൾക്കാരെ കാണുമെങ്കിൽ ഭയങ്കര വേദന ഉണ്ട്. നട്ടുച്ച ഈ ചൂടത്ത് 50-48 ഡിഗ്രി ചൂടുണ്ടാകുമ്പോൾ ഉച്ചക്കാണ് സിസർമ്, അല്ലെങ്കിലേ ചൂടാണ്. ഈ ചൂട് ഉള്ളുക്കും പുകയിപ്പിച്ച് സുബ്ഹാനല്ലാഹ്. അതിന് എഴുതിയിട്ടുണ്ട്, സ്റ്റാറ്റ്യൂട്ടറി വാർണിംഗ്, സ്മോക്കിംഗ് ക്യാൻ കോസ് ലങ്സ് ക്യാൻസർ. അല്ലേ? നിയമപരമായ അറിയിപ്പ്, ഇത് ക്യാൻസർ വരുത്തുന്നതാണ്. അങ്ങനെ ഒരു സത്യം ലോകത്ത് അംഗീകരിച്ച സംഗതി എനിക്ക് ഭയങ്കര അത്ഭുതത. ഇങ്ങനെയൊക്കെ പരസ്യപ്പെടുത്തിയിട്ടും എല്ലായിടത്തും ഫൈനടക്കം കൊടുത്തിട്ടും എന്നാലും സ്മോക്കേഴ്സ് റൂം, വലിക്കാനൊരു റൂം എയർപോർട്ടിലും എല്ലായിടത്തും റെഡിയാണ്. സ്മോക്കേഴ്സ് ഏരിയ, വലിക്കോലും ഇങ്ങോട്ട് വന്ന് വലിച്ചോളി. മുഅ്മിനെ, ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്തൂലേ? നാളെ മരിക്കൂട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ നിർത്തൂ ഏർപ്പാട്. അല്ലാഹു തആല പറയണത് പറ്റൂല. എങ്ങനെ പറ്റൂല? സിസർ പറ്റൂല എന്ന് ഖുർആനിലുണ്ടോ എന്ന് ചോദിക്കരുത്. ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. ഉലമാ ആ ആയത്തിൽ നിന്നാണ് ഈ മസല എടുക്കുന്നത്. നിങ്ങൾ നാശത്തിലേക്ക് പോകരുത്, നിങ്ങൾ നശിപ്പിക്കരുത്. അത് സിസർ വഴിക്ക് മാത്രമല്ല, മൂക്കറ്റ ഭക്ഷണം കഴിച്ചിട്ട് കൂർക്കം വലിച്ച് ഉറങ്ങി ഒന്ന് അനങ്ങാതെ നടക്കുന്ന മനുഷ്യന്മാർക്ക് ഇത് ബാധകമാണ്. അറ്റാക്ക് കൊണ്ടുവരുന്നതിന്റെ ശരീരം നീ നശിപ്പിക്കാൻ ചെയ്യാൻ പാടില്ല. ഇറങ്ങി നടക്കുന്ന എക്സസൈസ് ചെയ്യ്, അല്ലെ ഭക്ഷണത്തിൽ നിന്ന് കൺട്രോൾ ചെയ്യ്. ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക. നാശത്തിലേക്ക് അടുക്കല്ല. ഇസ്രായേലിക്ക് മാത്രമുള്ള നിയമമല്ല, എക്സസൈസ് ഇല്ലാത്ത ആൾക്കാർ എക്സസൈസ് ചെയ്യണം. എന്തേ? അള്ളാഹുവിന്റെ കൽപ്പന കൂടിയാണ്. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? ലാ തുൽഖൂ ബിഐദീകും ഇല തഹ്ലുക, നാശത്തിലേക്ക് പോകരുത്. അപ്പോ അങ്ങനെ ഒരു നിയമമുണ്ട്. പഠിച്ചോനെ, ഇന്നത്തെ ക്ലാസ് മിസ്സായിക്കണമെങ്കിൽ ഇപ്പൊ കുഴപ്പമില്ല. ഇതിൽ പെട്ടുപോയും ചെയ്ത് നമ്മൾ വരിക്കുന്നുണ്ട്. നിർത്തിയേക്കണം മുഅ്മിനെ, ഇന്ന് മുതൽ നിർത്തിക്കോളി. അതൊക്കെ പറ്റുന്ന, അതിനൊന്നും വലിയ പ്രയാസമൊന്നുമില്ല. ഇനി റമദാനും കൂടിയാ വരുന്നത്. ശരിക്കുള്ളൊരു പ്രാക്ടീസാണ്, ശരിക്കുള്ളൊരു പ്രാക്ടിക്കലായിട്ട് ചെയ്യാൻ പറ്റും. അത് നാശമാണ്. എല്ലാവരും അംഗീകരിച്ച വിഷയമാണ്. ഡോക്ടർമാർ മുഴുവനും എല്ലായിടത്തും പോസ്റ്ററുകളും ഒക്കെ എത്ര പഠനങ്ങൾ നടന്നിട്ടുണ്ട് അതിനെ സംബന്ധിച്ച്. എന്നാലും ഒരിക്കൽ അപ്പോ നശിപ്പിക്കരുത്. കള്ള ഇങ്ങനെ കുടിച്ചിരുന്ന സമൂഹത്തോട് പറ്റൂല. അപ്പം നിർത്തിയില്ലേ അവർ? ഇങ്ങനെയാണ് അവർ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നിട്ടുള്ളത്. ഖൈബർ യുദ്ധം നടക്കാൻ, ഖൈബർ യുദ്ധം നടക്കുമ്പോ അന്ന് ചില ആളുകളൊക്കെ അന്നത്തെ കഴുതകൾ അറുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാംസം കറി വെച്ചിട്ടുണ്ട്. അങ്ങനെ ചെമ്പുകളൊക്കെ തിളച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദൂതൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നത്, ഇന്നല്ലാഹ വറസൂലഹു യൻഹയാനികും അൻ ലുഹൂമിൽ ഹുമുരിൽ അഹ്ലിയ. ഈ കഴുതകളൊന്നും തിന്നാൻ പാടില്ല എന്ന് അല്ലാഹും റസൂലും കൽപ്പിക്കുന്നുണ്ട് കേട്ടോ. സുബ്ഹാനല്ലാഹ്. ആ നേരം പടച്ചോനെ വേവാനായിട്ടുണ്ട്, തിളച്ചിങ്ങനെ മറിയാൻ. ആ കഴുതയുടെ ഇറച്ചിങ്ങനെ തിളച്ചു മറിയാണ് സർവ്വ ചെമ്പുകളിലും. ഖൈബർ യുദ്ധം എന്ന് പറഞ്ഞാൽ ആഴ്ചകളോളം മുശ്രിക്കീങ്ങളായ ആളുകൾ ക്യാമ്പ് കടന്ന് യുദ്ധം ചെയ്തിട്ടുള്ള സമയമാണ് ഖൈബർ യുദ്ധം. ആ സമയത്ത് പടച്ചോനെ ഇന്നത്തെ ലഞ്ച് കഴിഞ്ഞിട്ട് പോരെ ചോദിച്ചില്ലാന്ന, അപ്പോഴേക്കും ചെമ്പ് മറിച്ചിട്ട് വേണ്ട, ഇനി ഞങ്ങൾക്കിത് വേണ്ട. സുബ്ഹാനല്ലാഹ്. അപ്പോൾ ഇത് കൈതറച്ചിനെ പറ്റിയുള്ള മാത്രമുള്ള വിഷയമാണ് എന്ന് മനസ്സിലാക്കി പോകരുത്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന പല വിഷയങ്ങളിലും അള്ളാഹുവിന്റെ നിയമം ബാധിക്കുന്നുണ്ട്. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ, അനുസരിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഈ കാര്യങ്ങൾ അറിയിച്ചു കൊടുക്കൽ മാത്രമാണ് ഉലമാഇന്റെ പണ്ഡിതന്മാരുടെ ഡ്യൂട്ടി. അള്ളാഹുവിന്റെ അമ്പിയാക്കന്മാരുടെ ഡ്യൂട്ടി അത്രയേ ഉള്ളൂ. അള്ളാഹുവിന്റെ പ്രവാചകന്മാരുടെ ഡ്യൂട്ടിയും അത്രയേ ഉള്ളൂ. അതനുസരിക്കൽ നമ്മുടെ ബാധ്യതയാണ്. അള്ളാഹു തആല നമുക്ക് അതിനുള്ളൊരു വിശാല മനസ്കതയും ഹൃദയത്തിലൊരു ഈമാനിന്റെ പ്രകാശവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹൃദയത്തിന്റെ ആരോഗ്യം നശിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പുകവലി.
പുകവലി നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഞാനേറെ കൽബ് കൊണ്ട് സ്നേഹിക്കുന്നവർക്കും ഈ സ്വഭാവമുണ്ട്. പക്ഷേ പുകവലിക്കുന്നവർക്ക് സാധാരണ ആളുകളെക്കാൾ ക്യാൻസർ വരാനുള്ള സാധ്യത 85% കൂടുതലാ. വൈദ്യശാസ്ത്രത്തിന്റെ കണക്കാണ്. പുകവലി പാടില്ല ചെറുപ്പക്കാരാ. സിഗരറ്റ് സ്മോക്കിംഗ് ഈസ് ഇൻജൂറിയസ് ടു ഹെൽത്ത് എന്ന് ഈ പുകവലി ആരോഗ്യത്തിന് ഹാനികരമെന്ന് എഴുതി വെക്കുമ്പോൾ പണ്ടേ കൊടന്നുപോയൊരു ശീലത്തിന്റെ ഭാഗമായി പുകവലിച്ചു തള്ളുമ്പോ ആ പുകവലിക്കുന്നതിലൂടെ അള്ള തന്ന അനുഗ്രഹത്തെ നീ വലിച്ചെറിയുകയാ. റബ്ബിനോട് നീ പറയുകയാ, നീ തന്ന ആരോഗ്യം എനിക്ക് വേണ്ട. പുകവലിക്കുകയാണ്. ബീഡി വലിക്കല്ലേ സഹോദരങ്ങളെ. രാവിലെ എഴുന്നേറ്റാൽ ബീഡി വലിച്ചില്ലെങ്കിൽ പിന്നെ സമാധാനമില്ല. അതിരാവിലെ എഴുന്നേറ്റു വലിയ ബീഡി കണ്ടാലുടനെ പറയുന്നു കൊണ്ടാ ബീഡി. പുകവലി ഏറ്റവും വലിയ ഒരു പ്രശ്നമാണ്. പുകവലി കേൾക്കേണ്ടതാണ് ഒരു വിഷയം ഇന്നില്ലാരും, കേട്ടിട്ടു നേരെ ചാടി വീഴരുതാരും. കേൾക്കേണ്ടതാണൊരു വിഷയം ഇന്നെല്ലാരും, കേട്ടിട്ടു നേരെ ചാടി വീഴരുതാരും. ഒരു വിഷയം അതെല്ലാവരും കേൾക്കേണ്ടതാണ്. പക്ഷെ കേട്ടാൽ ആരും എന്റെ നേരെ ചാടി വീഴുകയും ചെയ്യരുത്. ഞാൻ സ്നേഹം കൊണ്ട് പറയും, ഇവിടെ വെച്ച് നിർത്തുക. ഇത് അള്ളാഹുവിന്റെ പുകവലി എന്ന് പറയുന്നത് അള്ളാഹു നൽകിയ ഒരു നിഅമത്തിന് എതിരെ നിന്റെ നിഅമത്ത് എനിക്ക് വേണ്ട. റബ്ബ് നൽകി മനസ്സിലാവാനുണ്ട. പെണ്ണുങ്ങൾക്ക് ഇത്രയും സന്തോഷമുള്ള ഒരു വിഷയം അത് കാണില്ല. ഈ പറയാനോട് ഇത്രയും പറഞ്ഞിട്ട് ഞാൻ നിർത്തിയിട്ടില്ല. ഇങ്ങനെയെങ്കിലും നിർത്തിട്ടെ. പുകവലി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അത് പറഞ്ഞിട്ട് പോയാൽ എനിക്കതിൽ നിന്നൊരു ലാഭം ഉണ്ടാകണം. ആ ലാഭം ഇതാണ്. പുകവലിക്കുക, സിഗരറ്റ് വലിക്കുക, പാൻപരാഗ് ക്യാൻസറിന്റെ ഏറ്റവും വലിയ കാരണമാണ്. അള്ളാഹു ബോധം തരട്ടെ. ഒരെണ്ണം ആമി പറയുന്നില്ല, എപ്പോഴും പോക്കറ്റിൽ കാണും. സുസറിന്റെ 4 വായിക്കട്ടെ. ആമി പറയും മനുഷ്യന്മാരെ, അള്ളാഹു ബോധം തരട്ടെ. കാരണം എന്താ? മറ്റൊന്നുമല്ലത് പുകവലിക്കുക തന്നെ. അത് മോശമാ മാറ്റേണ്ടതാണ് പൊന്നേ. പുകവലി മാറ്റേണ്ട സ്വഭാവമാണ്. പറയുന്ന പക്ഷം സാരമല്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ. തടവാ ഉസ്താദ് പറയുകയാണ്, പറയുന്ന പക്ഷം സാരമല്ലൊരു ബീഡിയാ, നോക്കുന്ന പക്ഷം ആപത്തുണ്ടൊരു കോടിയാ. പറയുമ്പോ ഒരു ചെറിയ ബീഡിയല്ലേ ഉസ്താദേ, പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന ആപത്തുകൾ 1 കോടി ആപത്താ. ഈ ബീഡി വലിക്കുന്നത് ഹറാമാണോ ഹലാലാണോ? ദുർഗന്ധമേറ്റു മലക്കുകൾ വെറുക്കുന്നതാ. അതുമാത്രമല്ലവരെപ്പോഴും ശപിക്കുന്നതാ. ആ പുകവലിയുടെ ദുർഗന്ധമാരുടെ ശരീരത്തിലുണ്ടോ അവനെ അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കുമെന്ന് അവന്റെ ചുറ്റുഭാഗത്തുള്ള മലക്കുകൾ പറയുമത്രേ. അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പോരാ, ഈ പുകവലിക്കുന്നവൻ മരിക്കുന്നതിന് മുമ്പേ തൗബ ചെയ്തിട്ടേ അവൻ മരിക്കാവൂ എന്ന് അനസ് ബിൻ മാലിക് റളിയല്ലാഹു തആല രേഖപ്പെടുത്തുന്നുണ്ട്. പുകവലിച്ചാൽ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്ന് വരെ മഹാന്മാരായ മുഫസ്സിരീങ്ങൾക്ക് അഭിപ്രായമുണ്ട്. ഇപ്പൊ വലിക്കുന്നത് നോക്കുമ്പോ അതിനകത്ത് മുസ്ലിയാരുമുണ്ട്, കാളയുമുണ്ട്, എല്ലാവരും ഉണ്ട്. ഞാൻ എന്റെ ദൗത്യം ഞാൻ പൂർത്തീകരിച്ചു മാത്രം. ഞാൻ എന്റെ സഹോദര സ്നേഹത്തോടെ പറയുകയാണ്, നാളെ ബീഡി വലിക്കുന്നവർക്ക് മറ്റുള്ളവരെക്കാൾ 85% അല്ല ഡോക്ടർ പറയാനല്ലേ, 85% ഇത് വരാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങൾ നിങ്ങളുടെ കൈകളെ നാശത്തിലേക്ക് ഇടരുത്. അഖയ്യത വാക്കവി ഖുർആനാ പറയുന്നത്, വലാ തുൽഖൂ ബിഐദീകും ഇലാ തഹ്ലുക, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് വെച്ചിട്ട് ആ കൈയാണിത്. അള്ള പറയുകയാണ്, നിങ്ങളുടെ കൈകളെ നിങ്ങൾ നാശത്തിലേക്ക് ഇടരുത്. ക്യാൻസർ വന്നാൽ പിന്നെ കൈകടിച്ചിട്ട് കാര്യമില്ല. ആ കൈയാണ് ഇത് പൊട്ടിക്കിടക്ക്. 1 പുകവലി, 2 മദ്യം. അള്ളാഹു മനസ്സിലാക്കാൻ ബോധം നൽകട്ടെ. ഇന്നത് മാറി കുട്ടികൾ പോലും പിടിപിടിക്കാൻ. രാവിലെ എഴുന്നേറ്റാലോ, അതിരാവിലെ എഴുന്നേറ്റു വലിയ ബീഡി
കണ്ടാലുടന് പറയുന്നു കൊണ്ടാബീടി. മുറിബീടി വീണാൽ കുട്ടികൾ പിടികൂടി, അവരും വലിച്ചതാ ചിരിവാടി. കരവസ്ഥ എത്ര മനോഹരമായിട്ടാ പറയുക. കല്യാണ സദസ്സിൽ ചെന്നിരുന്നാൽ പിന്നെ ഉടനെ തരുന്നൊരു സ്വാഗതം ഇതു തന്നെ. പുരുഷന്റെ പുകയിൽ സ്ത്രീകളും കൊതിക്കുന്നേ, അവരും ശരിക്കു പരസ്യമായി വലിക്കുന്നേ. ഇന്ന് സ്ത്രീകൾ പോലും പുകവലിയുടെ ഉടമകളായി മാറുമ്പോ ഈ പുകവലിക്കുന്നവരോട് പറയുകയാ, വല്ലാഹി പടച്ചതമ്പുരാനെ തന്നെയാണ് സത്യം. ഉസ്താദേ, ഹദീസിൽ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലല്ലോ. നബി തങ്ങൾ ഹദീസ് പറയുമ്പോ പീടി വലിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലല്ലോ എന്നൊക്കെ ന്യായം പറയാൻ കഴിയും. പക്ഷേ മുഫസ്സിരീങ്ങൾ, അള്ളാഹുവിനെ പേടിയുള്ള ഭയമുള്ള ഉലമാക്ക് വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, വല്ലാഹി തൗബ ചെയ്യാട് പുകവലിക്കുന്നവൻ, പതിവായി സിഗരറ്റ് വലിക്കുന്നവൻ, അവൻ മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണം, ഇല്ലെങ്കിൽ പരലോകത്തവന്റെ ജീവിതം ബുദ്ധിമുട്ടിലാണെന്ന് മഹാന്മാരെ രേഖപ്പെടുത്തുമ്പോ ഹബീബായ നബിയുടെ സദസ്സിലേക്ക് ഒരാൾ വന്നു. അയാൾ ഉള്ളി നിന്നിട്ടാണ് വന്നത്. ആ ദുർഗന്ധമല്ലാണ്ട് റസൂലിന് ഇഷ്ടപ്പെട്ടില്ല. അല്ലാന്റെ റസൂല് പറഞ്ഞ്, സഹാബി വെളിയിൽ പോവ്, ദുർഗന്ധത്തോടെ പള്ളിയിൽ വരാൻ പാടില്ല. പുകവലിക്കുന്ന ദുർഗന്ധത്തോട് പള്ളിയിൽ വരാൻ പോലും പാടില്ലെന്ന് മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തുമ്പോ അതിനേക്കപ്പുറം എന്റെ പ്രിയപ്പെട്ട സഹോദരാ, ചെറുപ്പക്കാരാ, പുകവലി അടക്കമുള്ള പാൻപരാഗടക്കമുള്ള ഈ ദുശീലങ്ങൾ മാരകമായ ക്യാൻസറിന് ബാധ്യതയാകുമെങ്കിൽ അതിൽ നിന്ന് മാറി നിൽക്കണേ, അതിൽ നിന്ന് മാറി നിൽക്കണേ. അല്ലാഹു സുബ്ഹാനഹു